ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. തൊഴിലന്വേഷകർ ആദ്യം ഒരാവേശത്തോടു കൂടി തൊഴിലന്വേഷണത്തിലേക്ക് ഇറങ്ങി കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ട് കഴിയുമ്പോൾ തമാശയായി പറയുന്നൊരു കാര്യമുണ്ട്. തൊഴിലന്വേഷിച്ച് എവിടെ ചെന്നാലും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആദ്യം ഒരു തൊഴിൽ വേണമല്ലോ. ഇത് കിട്ടുകയുമില്ല. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നവർ ഞങ്ങൾക്കൊരു തൊഴിൽ തരാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകും എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം കുട്ടികളെ നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇത് നേരിട്ടിട്ടുള്ളവരും ആയിരിക്കാം. ഞാൻ ഇന്ന് പറയുന്നത് ഇതിനുള്ളൊരു പരിഹാരം അതല്ല, വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല, പക്ഷേ നിങ്ങൾക്ക് ഒരു തുടക്കം വേണമല്ലോ. എവിടെയെങ്കിലും ഒന്ന് തുടങ്ങിയെങ്കിലല്ലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കൂ. ഇൻറ്റേൺഷിപ്പ്, ചെറിയ രീതിയിലുള്ള ഇൻറ്റേൺഷിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതല്ല, വളരെ എഫക്റ്റീവായി നല്ല ഒരു സ്റ്റൈഫൻറ്റോട് കൂടി ഒരു നല്ല റെപ്യൂട്ടേഷനുള്ള സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് PM ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഏതാണ്ട് 2959 3000-നടുത്ത് വേക്കൻസീസ് അല്ലെങ്കിൽ അവസരങ്ങൾ നമുക്ക് കേരളത്തിൽ തന്നെ ഉള്ള ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം PM ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച്. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2959 ഇൻറ്റേൺഷിപ്പ് അവസരങ്ങളാണ് PM ഇൻറ്റേൺഷിപ്പിലൂടെ നമുക്ക് കേരളത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം ലഭിക്കുവാൻ പോകുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. നൈപുണ്യ വികസനം അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്, കുട്ടികളിൽ വിദ്യാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി വളർത്തിയെടുക്കുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഉള്ള ഒരു സെൻട്രൽ ഗവൺമെൻറ് പദ്ധതിയാണ് PMIS അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻറ്റേൺഷിപ്പ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ ആയിട്ടാണ് ഈ 2959 അവസരം ഉള്ളത്. ഏതാണ്ട് 1 കോടി പേർക്ക് ഇൻറ്റേൺഷിപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 500 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് സെക്ടറിലുള്ള ഏതാണ്ട് 500 സ്ഥാപനങ്ങൾ, അതുകൂടാതെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റ് നടക്കുന്നത്. ഒരു സ്റ്റൈഫൻറ്റോട് കൂടി ഒരു തൊഴിൽ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതിനകത്ത് ഏതൊക്കെ കാറ്റഗറിയാണ് ഉള്ളത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, കെമിക്കൽ ഇൻഡസ്ട്രി, കൺസൾട്ടിംഗ് സർവീസസ്, ഹെൽത്ത് കെയർ, ഹൗസിംഗ്, ഇത്തരത്തിലുള്ള ഏതാണ്ട് 25ഓളം സെക്ടറുകളിലായിട്ടാണ് ഈ അവസരങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഏതാണ്ട് പ്രതിമാസം 5000 രൂപ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പണമായി, അല്ലെങ്കിൽ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പണമായി 5000 രൂപ പ്രതിമാസം കൊടുക്കുകയും ഒരു ഒറ്റത്തവണ സഹായമായി മറ്റൊരു 6000 രൂപയും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം. ഒറ്റത്തവണയായി 6000വും പിന്നെ 5000 മാസാമാസം കിട്ടുന്ന രീതിയിലൊരു പഠന സംവിധാനം. അപ്പോൾ നമ്മളൊരു തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പരിചയിക്കുകയാണ്, ഒരു ഇൻറ്റേൺഷിപ്പാണ് ചെയ്യുന്നത്, ഒരു ചെറിയ സ്റ്റൈഫൻഡ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഞാൻ എല്ലാ വിഭാഗങ്ങളെക്കുറിച്ചും പറയുന്നില്ല, എങ്കിലും ചിലത് മാത്രം പറയാം. കൃഷി അനുബന്ധമായുള്ള കാര്യങ്ങൾ, ഏവിയേഷൻ ആൻഡ് ഡിഫൻസ് ഉണ്ട്, അതുപോലെ കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, IT സോഫ്റ്റ്വെയർ മേഖലയുണ്ട്, ഹെൽത്ത് കെയർ മേഖലയുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ മേഖല, ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുണ്ട്, കൺസ്ട്രക്ഷൻ, മാനുഫാക്ചറിംഗ്, ഇൻഡസ്ട്രിയൽ, റീറ്റെയിൽ, ടെക്നീഷ്യൻ പ്രോഗ്രാംസ്, ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാവൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഇത്തരം മേഖലകളിലെല്ലാം നമുക്ക് അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വികസിപ്പിച്ച ഒരു കേന്ദ്ര വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആപ്ലിക്കേഷൻ നൽകേണ്ട അല്ലെങ്കിൽ സമർപ്പിക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് കയറി അതിലൂടെ ചെയ്താൽ മതിയാവും. പിന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഴുവൻ സമയ വിദ്യാർത്ഥികൾക്കുള്ളതല്ല ഇൻറ്റേൺഷിപ്പ്. കാരണം ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തൊഴിൽ പരിചയമാണല്ലോ. അതുകൊണ്ട് മുഴുവൻ സമയ വിദ്യാർത്ഥികളല്ലാത്തവർക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. കാരണം അവർ മുഴുവൻ സമയ കോഴ്സ് അല്ലല്ലോ ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത്, ഇപ്പം നിങ്ങൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്കിത് പറ്റില്ല. അതേസമയം നിങ്ങളൊരു ഓൺലൈൻ ഡിഗ്രിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാം. ഇതല്ലെങ്കിൽ ഇത് ആർക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് ഞാൻ പറയാം. സെക്കൻഡറി
സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ്, അതായത് SSLC കഴിഞ്ഞവർ, അപ്പോൾ അവരെ സംബന്ധിച്ച് SSLC എല്ലാം കഴിഞ്ഞു, അവർ ഫ്രീ ആണ്, അവർക്ക് ഇതിന് അപേക്ഷിക്കാം. അതുപോലെ ഹയർ സെക്കൻഡറി കഴിഞ്ഞവർ, അവർക്കും ഇതിന് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കോഴ്സ് ചെയ്തെങ്കിൽ അവർക്കും അപേക്ഷിക്കാം. ഉദാഹരണത്തിന് ITI പോലെയുള്ള കോഴ്സുകൾക്ക് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് BA, BSc, BCom, BBA, BCA പോലെയുള്ള ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാം. ഒരുപക്ഷെ പ്രോജക്റ്റ് സെമസ്റ്റർ, അവസാന സെമസ്റ്റർ പ്രോജക്റ്റാണ് ഫുൾ ടൈമായി നിങ്ങൾക്ക് ചെയ്യേണ്ട, അവർക്കും അപേക്ഷിക്കാം. അപ്പോൾ പ്രായപരിധി ഇവർ പറഞ്ഞിട്ടുള്ളത് 21 മുതൽ 24 വരെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാവുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഓൺലൈൻ ആയിട്ട് എങ്ങനെ സമർപ്പിക്കണം എന്നൊക്കെയുള്ള വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. ഇനി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകുന്ന കുറേ സ്ഥാപനങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. കാരണം നമ്മൾ സ്വപ്നതുല്യമായി കാണുന്ന പല സ്ഥാപനങ്ങളിലുമാണ് ഈ ഇൻറ്റേൺഷിപ്പിലൂടെ നമുക്ക് അവസരം കിട്ടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുമായി അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ വലിയ നമ്പറുകൾ ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ TCS ഉണ്ട്, അതുപോലെ തന്നെ HDFC ബാങ്ക് ഉണ്ട്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGC ഉണ്ട്, അതുപോലെ ഇൻഫോസിസ്, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ്, ICICI ബാങ്ക്, ഗെയിൽ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇത്തരത്തിലുള്ള ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അഥവാ പ്രൈവറ്റ് സെക്ടറിലുള്ള മികച്ച സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ആയിരിക്കും നമുക്ക് ഇൻറ്റേൺഷിപ്പ് നേടാൻ സാധിക്കുക. അതുകൊണ്ട് PM ഇൻറ്റേൺഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 3000 ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കൂടുതൽ നല്ലത് ആർക്കാണ് എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, നിങ്ങൾക്ക് മറ്റൊരു ഹയർ എഡ്യൂക്കേഷൻ ഒരു ഓൺലൈനിലൊക്കെ ആണോ ചെയ്തത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ചെയ്തു, ഇനി അതല്ലെങ്കിൽ ഒരു ഡിഗ്രിയും അതിനുശേഷം ചെയ്യാൻ സാധിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻറ്റേൺഷിപ്പിനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. അവർക്കും ഇത് മികച്ച ഒരു അവസരമാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, ബാക്കി വിവരങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും. അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കി, വീഡിയോ മുഴുവൻ കേട്ട് മനസ്സിലാക്കിയ ശേഷം ആ വെബ്സൈറ്റിൽ കയറി ബാക്കി വിവരങ്ങളും കൂടെ കണ്ട് അറിഞ്ഞതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും മനോഹരമായ ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.